ഹേ ഓൾ, ഹൗ ആർ യു? എന്തൊക്കെയാണ്? ഇത് നമ്മളൊരു ഫൺ ഡേ ആയിട്ടൊന്ന് ചെറിയൊരു ട്രാവലിന് ഇറങ്ങിയാണ്. നമ്മളെ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിളിൽ ഈവനിങ് ഒരു കൊമ്പൻ ഇറങ്ങുന്നു കേട്ട്. അപ്പോൾ അതിനെ കാണാൻ ഇറങ്ങിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ചുമ്മാ ഇത് സൈക്ലിംഗ് ഒന്നുമില്ല, അപ്പോൾ ഒന്ന് വെറുതെ ഇറങ്ങിയതാണ്. ഞങ്ങളിതാ ഗുണ്ടൽപെട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. വീഡിയോയിൽ അന്തമാതിരി ചൊല്ലക്കൂടാതെ പിള്ളേരും കൂടല്ലൂരിലേക്ക് അല്ല ഗുണ്ടൽപേട്ടക്ക്. മാനല്ലേ? അല്ല മാനല്ല, പൊന്ത അല്ല പുറ്റ മൺപുറ്റ്. അങ്ങനെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്, വെറുതെ ഇറങ്ങിയതാ. കമ്പനി ഗുണ്ടൽപേട്ടക്ക്. ഗുണ്ടൽപേട്ട അല്ല കോയ, നമ്മള് ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിള് കാണാൻ പോവാം. നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കന്നഡ RTCയുടെ ബസ്സിൽ ഒരു യാത്ര മേലെ പോയിട്ട് ബന്ദിപ്പൂർ മുതുമലൈ നാഷണൽ പാർക്കിലെ ഹൈയസ്റ്റ് പീക്കിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടുന്ന് നമ്മള് നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ. ഞാൻ നേരെ നോക്കാം. എന്താ കണ്ട പോലെ ഒന്നും കണ്ടില്ല. ഞാൻ അങ്ങോട്ട് നോക്കാം, അംസക്ക് അങ്ങോട്ട് നോക്കാം. ആരൊക്കെ അങ്ങോട്ട് നോക്കണ്ടേ? അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കാം. ഞാൻ നേരെ നോക്കാം. ഞാൻ നേരെ നോക്കാം. അതാ ഒരു മൈന. നമ്മൾ കേരളം വിടുന്നു ഗായ്സ്. പക്ഷേ നമുക്ക് സൈക്കിളിൽ വരുന്നേരം അല്ലാണ്ട് ഇതൊന്നും ഒരു അതിർത്തി വിടലായിട്ട് തോന്നുന്നില്ല. അതാ നന്ദി വീണ്ടും വരിക. നിധിയായിട്ട് നമ്മൾ എത്ര പൈസ കൊടുത്തേ? നമ്മള് ഗ്രീൻ ടാക്സി 20 രൂപ. 20 രൂപ. അതിൽ എത്ര സമയം കൊണ്ട് കടക്കണമെന്നുണ്ടോ? ഒരു മണിക്കൂറാണ് തോന്നുന്നു. ഇതാണ് നമുക്ക് 20 രൂപ കൊടുത്തിട്ട് കിട്ടിയ സ്ലിപ്പ് ഗൈസ്. നമുക്ക് ഇപ്പൊ എത്രയായി? 1:44 നമ്മൾ എക്സിറ്റ് അടിക്കണം. അപ്പൊ എത്ര സമയം? 12:34. 1:44. ഓ ഗൈസ്, ഗുണ്ടൽപേട്ട ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയില്ല. ഗുണ്ടൽപേട്ട മുനിസിപ്പാലിറ്റി എൻ്റർ ചെയ്ത കാട് കഴിഞ്ഞ് പുറത്തിറങ്ങില്ലേ ചേട്ടാ? യെസ്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി. അതെ, റോഡൊക്കെ അടിപൊളിയാണല്ലോ. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു ശുദ്ധമായ സ്ഥലത്ത് നിൽക്കുന്നു. ഇനി എനിക്ക് നല്ല വായ കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മള് ഇവിടുന്ന് ഈ റോഡിൽ കയറിയില്ലേ? ഗോപാൽസ്വാമി പേട്ടിന്റെ റോഡിലേക്ക് കയറി. ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശത്തൂടെ അല്ലേ? റോഡിൽ കൂടെ കർണാടക ഗ്രാമീണ ഭംഗിയിലൂടെ. യെസ്. നിങ്ങള് മമ്മൂട്ടി കുറെ വേലൊക്കെ കണ്ണട വെച്ചിക്കല്ലോ. എന്താ അറിയില്ല, പ്രൊട്ടക്ഷൻ മെയിൻ നമുക്ക്. കർണാടകയുടെ കാർഷിക ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കൃഷി ഉണ്ട്. അത് കൃഷിയാ? അത് സാധനവും ചോളം, വാഴ. 2 മാസം കഴിഞ്ഞ ഇവിടെ ഒക്കെ പൂവാവും. അവിടെ ഉണ്ടാവില്ല പൂക്കള്. സീസൺ കഴിഞ്ഞു. അല്ല, സീസൺ ആവുമ്പോ മുത്താറി മുതിരൊക്കെ ഉണ്ടായാലും ഇവിടെ. അതെ, കേബേജ് കഴിഞ്ഞു. കേബേജ് തോട്ടുണ്ടായിരുന്നു. ഓരോരോ സ്ഥലങ്ങൾ കഴിയുന്നേരം ഓരോരോ കൃഷികളാ. രണ്ടാളും കൂടെ കൊണ്ടുപോയി ജാമായി കളി. ഞങ്ങളെ ബ്ലോക്ക് ഇട്ട് ഗൈസ്. ഇതാ ഞങ്ങളെ ബ്ലോക്ക് ഇട്ടിട്ട് പോകുന്ന നോക്ക്. ടുണ്ടുണ്ടും വലിയൊരു മൂലി റോഡ് നിറച്ചു സാധനങ്ങളാ. വെള്ളം കുടിക്കാൻ മേഞ്ഞ് നടക്കായിട്ട്. ഈ റോഡാണ് ഇവിടേക്കുള്ളൊരു മറ്റൊരു ഭംഗി. നമുക്ക് സ്ട്രെയിറ്റ് അത്രയും ലോങ് ആയിട്ടുള്ള റോഡാണിത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൂരെ കാണുന്ന മലയാണ് ഗോപാൽസ്വാമി പേട്ട്.
ആ മലമുകളിൽ കാണുന്ന ആ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഏകദേശം അതാണ് നമ്മളെ പോയിന്റ്, അതാണ് നമ്മളെ ലക്ഷ്യസ്ഥാനം. നമ്മളത് ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇനി 3:35 കഴിഞ്ഞ് 4 മണി വരെ അവിടെ എൻട്രി ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഴിയാവുന്നത് 6 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ നമ്മളെത്തും. 4 മണിക്ക് ലാസ്റ്റ് ബസ് ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല, എത്തും. റോഡൊക്കെ നാശമായി പോയില്ലേ? നല്ല റോഡല്ലേ വേണ്ടത്. സോറി ഗൈസ്, ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് എടുക്കുകയാണ്. ഞങ്ങൾ ശിഷ്യരോട് മലയാളത്തിൽ 2 വർത്താനം പറയാറുണ്ട്. അങ്ങനെ നമ്മളെ കാത്തിരിപ്പിന് വിരാമമായി നല്ല റോഡ് എത്തിയിരിക്കുകയാണ്. അത് ഇനി അങ്ങോട്ട് 2 സൈഡിലും വെള്ള വരകൾ വരച്ച നല്ല വൃത്തിയുള്ള റോഡ്. നമ്മൾ ഗോപാൽസ്വാമിയുടെ അടിവാരത്തേക്ക്. അപ്പൊ നമ്മള് ഇതിന്റെ താഴെ എത്തിയ അത് അവിടെ നമ്മളെ ദൂരെ കാണുന്നതാണ് ഇതിന്റെ പാർക്കിംഗ്. ഇവിടെ വരെ നമുക്ക് നമ്മളെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ഇവരെ കർണാടക RTCന്റെ ബസ് ഉണ്ട്, അതിൽ പോണം മേലേക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ബസ്സിലും മേലെത്തിയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, ബൈ ബൈ, സീ യു. ചരിത്രം പറയണ ചരിത്രം ഞാൻ പഠിച്ചിട്ട് വരുന്നത്. വിക്കിപീഡിയ കയറട്ടെ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കടന്നു, ടിക്കറ്റ് ഒക്കെ എടുത്തു. 60 റുപ്യ പാർക്കിങ്ങും 70 റുപ്യ ഒരാൾക്ക് ബസ്സിനും. നമ്മുടെ ക്യാമറ എടുക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ ബസ്സിലേക്ക് കയറുകയാണ്. ബസ്സിലാള് കയറി, കുറച്ച് മലപ്പുറത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇത് ആളാണ്ടില്ല പോണെങ്കിൽ. നമ്മള് ബസ് സ്റ്റാർട്ടായി, ബസ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ബസ് ഇറങ്ങി. ഇതാണ് താഴെ പൊരി വെയിലാണെങ്കിലും ഇവിടെ നല്ല അടിപൊളി തണുത്ത കാലാവസ്ഥ, തണുപ്പുള്ള കാറ്റ്. പിന്നെ സമയം കഴിയാനായല്ലോ, മൺസൂൺ കഴിഞ്ഞ് കുറേ കാലമായല്ലോ, അതുകൊണ്ട് ആ പച്ചപ്പ് കുറച്ച് കുറവുണ്ട്. ബട്ട് നല്ല കൂൾ കാലാവസ്ഥ. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ബസ് കയറി പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലാസ്റ്റ് ബസ്സിലാണ് നമ്മൾ വന്നത്. നമ്മൾ ചപ്പൽ അവിടെ കഴിച്ചു വെച്ച് വേണം കയറാൻ. ഇതാണ് നമ്മുടെ ടെമ്പിള് വരുന്നത്. ഇവിടുത്തെ എന്തോ ഒരു രഥാന്ന് തോന്നുന്നു. ഇത് അമ്പലത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ്. അവിടെ നല്ല ലോങ് വ്യൂ ഉണ്ട്. കുറച്ച് പച്ചപ്പുള്ള സമയമാണെങ്കിൽ അടിപൊളിയായിരുന്നു അവിടെ. അത്യാവശ്യം നല്ല വെയിലുള്ള കാണാണ്ട് സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ നല്ല തണുത്ത കാറ്റ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ക്ലൈമറ്റ്.
ഒരു കൂളാണ് ഇവിടെ. ട്രഡീഷണൽ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ കോണിലും അവരുടെ ഓരോ വിഗ്രഹങ്ങൾ പോലുള്ള ഓരോ സ്റ്റാച്യൂസ് ഉണ്ട്. സിംഹത്തിൻ്റെയും പിന്നെ ദൈവത്തിൻ്റെ തോന്നുന്നുണ്ട്. ഡോണ്ടോ മോർ അബൌട്ട് ഇറ്റ്. എന്തായാലും നല്ല രസമുണ്ട്, വർക്ക് നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ പാട്ടാണ്. ഇവിടെ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നല്ല അടിപൊളി കാറ്റ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് തന്നെ നല്ല തണുത്ത കാറ്റ്. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കിട്ടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മുടെ പുലാവ് പോലത്തെ മീൻസ് തൈര് സാദം പോലത്തെ എന്തോ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഗുണ്ടൽപേട്ട് പാടങ്ങളൊക്കെ കാണുന്നില്ലേ, അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത്. ഇങ്ങനെ നമ്മളെ അമലിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമല് ഫുഡ് വാങ്ങാൻ പോവാണ്. അമല് വീട്ടിൽ ചോറ് കിട്ടി. എങ്ങനെയുണ്ട്? എല്ലാരും കൂടി കഴിക്കുന്നുണ്ട്. കഴിച്ചോളി. അമലൂട്ടാ എങ്ങണ്ട്? അമലൂട്ടാ ഫുഡ് എങ്ങണ്ട്? അടിപൊളി അടിപൊളി പ്രസാദം. പ്രസാദൊന്നല്ല ഇത്, ഇവിടുത്തെ അന്നദാനല്ലേ. അന്നദാന പ്രസാദല്ല. പ്രസാദം മധുരമുള്ള സാധനല്ലേ ഇവര്. പൊങ്കാലിടരുത്, ഇതിനെ പറ്റിയുള്ള ലോജിക്ക് ഇല്ല. എന്തായാലും ഇവിടുന്ന് കിട്ടുന്നൊരു ഭക്ഷണമാണ്. അത്രല്ലേ. നിധിയാണ് കീച്ചടിക്കണല്ലോ നിധിയേട്ടാ അല്ലേ? നിധിയേട്ടാ മജ്ബൂസ് തന്നെ. ക്യാരറ്റും മത്തനും ഒക്കെ ആണെന്നല്ലോ സംഭവം. മജ്ബൂസാ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഓക്കെ ബൈ. അപ്പം ടൈം കഴിയാനായി, എല്ലാവരും ഇറങ്ങാണ്. ലാസ്റ്റ് ബസ്സാണ്. ഈ 4 ബസ് പോയാൽ പിന്നെ ഇവിടുന്ന് താഴേക്ക് പോകാൻ ഒരു മാർഗമില്ല. ഇനിയാണ് മെയിൻ സംഭവം. ആന ഉണ്ടോ നോക്കണം. നമ്മൾ വന്ന ആനനെ കാണാനാണല്ലോ. അപ്പം ആന ഉണ്ടാവുന്നതാണ് എല്ലാവരും പറഞ്ഞത്. നോക്കാം. ലാസ്റ്റ് എന്തോ ഫുഡ് കഴിക്കാൻ വരുന്ന പറഞ്ഞത്. അമ്പലത്തിലാന. സംഭവം ശരിയാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൂപ്പര് മെല്ലെ വന്ന് അവിടെ ബാലൻസ് ഉള്ള ഫുഡൊക്കെ കഴിക്കുക. ഇത് പിന്നെ ആന. നമ്മൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ ഒരു ആനക്കൂട്ടത്തെ കണ്ട്. നമ്മൾ രാവിലെ വരുമ്പോൾ കണ്ടിന് കേട്ടോ ആന. ഒരുപാട് ആന കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തണ്ണിമത്തം വാങ്ങാൻ വേണ്ടി വന്നാണ്. ബൾക്കായിട്ട് തണ്ണിമത്തം വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ കച്ചവടാക്കി. അമൽജി ഒക്കെ അമൽജി അങ്ങോട്ട് പർച്ചേസ്. വീട്ടിലേക്ക് ഉപകാരമുള്ള മകനാണ്, കല്യാണം നോക്കണമെന്ന മുദ്രാവാക്യവുമായി അമൽജി. എല്ലാരോടും ഒരു ചോദ്യങ്ങളൊക്കെ വീട്ടിലേക്ക് എത്ര ഇഞ്ചിയാ വാങ്ങല്? ഇവിടെ വീട്ടിലേക്ക് കറിയിലിടാൻ 1 കിലോ ഇഞ്ചി വാങ്ങാൻ വന്ന മഹാനാണിത്. വലിയ മത്തനൊക്കെ വാങ്ങി. ഏടെ മത്തേ? വലിയ മത്തേ കണ്ടു ഞാൻ. ഗുണ്ടൽപേട്ട് അങ്ങാടി മൊത്തത്തിൽ പർച്ചേസ് ചെയ്ത മഹാൻ. ഇങ്ങനെ വീത്തേടന്റെ പാട്ടും കേട്ട് ഇങ്ങനെ പോവാണ്. സമയം വൈകുന്നേരമായി. സൺസെറ്റ് ഒരു സൈഡിലുണ്ട്. വീത്തേടന്റെ പാട്ടുണ്ട്. ആഹാ അന്തസ് തന്നെ. കൂടുതലും തിരിച്ചു വന്നോണ്ടിരിക്കാണ്. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്നത്തെ ഒന്നുമില്ല, കാര്യമായിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ സൈക്ലിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ആയിട്ടാണല്ലോ വരാറ്. ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്, എല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരു ഡ്രൈവിന് ഇറങ്ങിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.